ഹായ്, ഞാൻ ഡോക്ടർ സുമി. നമുക്കിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രിമച്വർ ഗ്രേയിങ് കുട്ടികളുണ്ടാകുന്ന അകാല നരയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനുള്ള റീസൺസ് നമ്മൾ പറഞ്ഞു. ചിലപ്പം ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ എന്നതിലുപരി ഒരു ഇന്റേണൽ ആപ്ലിക്കേഷനും പ്രോപ്പർ ഹെയർ മെയിൻ്റനൻസും ആണ് നല്ലത് എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ അതുപോലെ തന്നെ നമ്മൾ പറയുവാണ്, ഒരു നരച്ച് തുടങ്ങി ഇപ്പോൾ 35 ഇയേഴ്സിലൊക്കെ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, നര സ്റ്റാർട്ട് ചെയ്തു, അങ്ങനത്തെ കണ്ടീഷനിലൊക്കെ ആണെങ്കിലും ഇവരും പ്രത്യേകിച്ച് ഒരു കെമിക്കൽ ഹെയർ ഡേയിലേക്ക് പോകുന്നതിന് നല്ലത് ഒരു നാച്ചുറൽ ആയിട്ട് ഹെയർ ഡേസ് യൂസ് ചെയ്തിട്ട് തുടങ്ങാം. അതായിരിക്കും ബെറ്റർ ഓപ്ഷൻസ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഹെർബൽ ലേബലിൽ ഒരുപാട് ഡൈസ് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ തുടക്കത്തിൽ അങ്ങനെ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന ഡൈയിലേക്ക് പോകാതെ നമുക്ക് ചുറ്റും തന്നെ ലഭിക്കുന്ന ഒരുപാട് ഹെയർ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം അത് ഏതൊക്കെയാണ് ഹെയറിന് നല്ലതായ കളറിങ് ഏജൻസ്, ജസ്റ്റ് അതൊന്ന് നോക്കാം. അപ്പം അതൊരു കോമ്പിനേഷൻ, ആ കോമ്പിനേഷൻ നിങ്ങൾക്ക് തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. പണ്ട് കാലത്ത് നമ്മൾ ഏതായിരുന്നു യൂസ് ചെയ്യുന്നത്? മൈലാഞ്ചി യൂസ് ചെയ്യുന്നത് ഹെന്ന പൗഡർ അല്ലേ. അപ്പോൾ ഈ ഹെന്ന യൂസ് ചെയ്യുന്നതോട് കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് അതിൽ കുറച്ചും കൂടെ കളറിങ് ഏജൻസ് ആഡ് ചെയ്യാം, അതും നാച്ചുറൽ ആയിട്ട്. അപ്പം അതിൽ എല്ലാം വേണ്ട, നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത് യൂസ് ചെയ്യാം. അതിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് കറിവേപ്പില. കറിവേപ്പിലയുടെ നമ്മുടെ ഫ്രഷ് വീട്ടിലുണ്ടാവുന്ന കറിവേപ്പിലയാണ് ഉദ്ദേശിച്ചത്. പുറമെന്ന് പരമാവധി മേടിക്കാതിരിക്കുക. വീട്ടിലുണ്ടാവുന്ന കറിവേപ്പിലയാണെങ്കിൽ ഒന്നെങ്കിൽ നമുക്കത് അരച്ച് അതിന് നീരെടുക്കാം, അതല്ല നിഴലുണക്കി അതിൻ്റെ പൗഡർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതും നല്ലതാണ്. നല്ലപോലെ കറിവേപ്പില ഉണ്ടാവുന്ന കാലത്ത് അങ്ങനെ അതിൽ നിഴലൊക്കെ ഉണക്കി ആ പൗഡറൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെന്ന ചെയ്യുമ്പോൾ അതിൽ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് നെല്ലിക്ക പൗഡർ. നെല്ലിക്ക ഇതുപോലെ സീസണിലായി ലഭിക്കുകയാണെങ്കിൽ അതൊന്ന് കഴുകി ഉണക്കി അതിന് നെല്ലിക്ക പൗഡറാക്കി വെക്കാം. അതല്ല പച്ചയ്ക്ക് അരയ്ക്കുകയാണെങ്കിൽ അറ്റ് എ ടൈം നമുക്ക് ഒരു നെല്ലിക്ക മതിയാവും ഒരു സമയം തലയിൽ ഹെന്ന ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. പിന്നെ മറ്റൊന്നാണ് മാതളത്തോട്. മാതളം നാരങ്ങ മേടിക്കാറുണ്ട് അല്ലേ, അതിൻ്റെ തോട് കളയുകയാണ് പതിവ്. അപ്പം ആ മാതളത്തോട് നമ്മൾ പെട്ടെന്ന് യൂസ് ചെയ്യുമ്പം വീട്ടിൽ മാതളത്തോട് ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അതിൽ വെള്ളം തിളപ്പിച്ച് ആ മാതളത്തോടിട്ട് കുറച്ച് നേരം ജസ്റ്റ് തിളപ്പിക്കുക. അത് കഴിഞ്ഞ് വാങ്ങി വെച്ചിട്ട് പിറ്റേ ദിവസമായിരിക്കും നമ്മൾ ഹെന്ന പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ആ വെള്ളം ഹെന്ന പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യാം. നമ്മൾ ഒന്നെങ്കിൽ കാപ്പിപ്പൊടിയോ അല്ലെങ്കിൽ ചായപ്പൊടിയോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഹെന്ന കുറുക്കുന്നവരുണ്ടായിരിക്കും. അപ്പം അതോടെ കൂടെ ഈ വെള്ളം കൂടെ ഈ മാതളത്തോട് വേവിച്ച വെള്ളം കൂടി ചേർക്കാം. അതല്ല പൗഡറൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പൗഡർ ചെയ്ത് വെച്ചോളൂ. അപ്പോൾ അതിൻ്റെ പൗഡർ യൂസ് ചെയ്യാം. മറ്റൊന്നാണ് നീലയമരി പൗഡർ. എല്ലാവരും ഇൻഡിഗോ കളറിന് യൂസ് ചെയ്യാറുള്ളതാണ് നീലയമരി. അപ്പോൾ നീലയമരിയും ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ കാലത്തും നമുക്ക് നീലയമരി കിട്ടിക്കോളണമെന്നില്ല. മാർക്കറ്റിൽ നിന്ന് മേടിച്ചാൽ പോലും ചിലപ്പോൾ അതിൽ അതർ ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ഓൺ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് അതൊരു എത്രയും അത് സ്കിൻ ഇറിറ്റേഷൻസിന് കാരണമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കിട്ടുവാണെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടെങ്കിലൊക്കെ തന്നെ അത് ഊരി പൊടിച്ച് വെക്കാം. സീസണിലാണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് അതിനെ അരച്ച് പേസ്റ്റ് ആക്കിയിരുന്നത് ഹെന്നയിലൊക്കെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് എന്തായിരുന്നു? ബീട്രൂട്ട് പൗഡറോ അല്ലെങ്കിൽ ബീട്രൂട്ട് ഇതുപോലെ നമ്മൾ അരച്ച് ജ്യൂസ് എടുത്തിട്ടോ നമുക്ക് ഈ പൗഡേഴ്സിൽ യൂസ് ചെയ്യാം, ഹെന്നയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി വേറൊന്നാണ് നമ്മൾ ചെമ്പരത്തിയുടെ ഇലയായാലും കുഴപ്പമില്ല, ചെമ്പരത്തിയുടെ മൊട്ടോ ചെമ്പരത്തിയുടെ പൂവോ ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ചെമ്പരത്തിയുടെ പൗഡറും പൂവിൻ്റെ പൗഡറൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ ഒന്നെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ ചെമ്പരത്തി യൂസ് ചെയ്യുമ്പോൾ പരമാവധി നമ്മൾ പണ്ട് കാലത്ത് ലഭിച്ചിരുന്ന ഒരു 5 ചെമ്പരത്തി ഉണ്ടല്ലോ ചുവപ്പ്, അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ അത് യൂസ് ചെയ്യാണ് ഏറ്റവും നല്ലത്. പിന്നെ ശംഖുപുഷ്പത്തിൻ്റെ പൂവ്. അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ഹെന്ന പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എടുക്കാം. ഇതിൽ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ 1-2 സെലക്ട് ചെയ്തിട്ട് നമുക്ക് അവൈലബിലിറ്റി, നമുക്ക് ഏതാണോ പെട്ടെന്ന് കിട്ടുന്നത് അത് നമുക്ക് എടുത്ത് നമുക്കൊരു ഹെന്ന പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുമ്പോൾ പരമാവധി അതിന് വേണ്ടി ഒരു ചീനച്ചട്ടി അല്ലെങ്കിൽ ഒരു ഇരുമ്പ് പാത്രം നമ്മൾ എടുക്കണം. കാരണം നമുക്ക് സ്ഥിരം ഇപ്പോൾ ഒരിക്കൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാലം നാച്ചുറൽ ഹെന്ന മറ്റേ കടയിൽ നിന്ന് മേടിക്കുന്ന ഹെന്ന പൗഡർ പോലെയൊന്നും കുറേ കാലം നിൽക്കുകയൊന്നുമില്ല. അപ്പം നമ്മളത് മാക്സിമം ഒരു 1 വീക്ക് ഒക്കെ നമ്മൾ ഡ്യൂറേഷൻ നിൽക്കുന്നുണ്ടാവുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി തന്നെ നമ്മൾ എടുത്ത് വെക്കുന്നതായിരിക്കും. ഒരു ഇരുമ്പ് ചട്ടിയാണ് അതിന് ബെറ്റർ ഓപ്ഷനായിട്ട് വരുന്നത്. കെമിക്കൽസ് ആഡ് ഓൺ ചെയ്ത ഹെന്ന ഇപ്പം കളേഴ്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഇത് വളരെ കുറച്ച് കാലത്തേക്കേ നിൽക്കത്തുള്ളൂ. നേരെ മറിച്ച് ആദ്യം തൊട്ട് ഈ നാച്ചുറൽ ഹെന്നയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ വരെ മാക്സിമം അത് നിൽക്കും. പക്ഷെ അത് ഡിപ്പെൻസ് ആണ്.
കാരണം അത് നമ്മുടെ ഹെയർ എത്രത്തോളം നമ്മൾ കെയർ ചെയ്യുന്നു, നമ്മുടെ വാഷിങ് എങ്ങനെയുണ്ട്, കൂടുതലായി ഷാമ്പു യൂസ് ചെയ്യുന്നുണ്ടോ, മുടിയിൽ വേറെ ഏതെങ്കിലും സ്മൂത്തനിങ്ങോ അല്ലെങ്കിൽ വാക്സിങ്ങോ എന്തെങ്കിലും സ്ട്രെയിറ്റനിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അത്ര കാലം നിൽക്കാൻ സാധ്യത കുറവായിരിക്കും. എന്ന് വെച്ചാൽ പ്രോപ്പറായി മുടി ഒന്ന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ മാക്സിമം നമുക്കൊരു 2 to 3 വീക്സ് ഒക്കെ ഈ നാച്ചുറൽ ഹെന്ന പോലെ നമുക്ക് നിൽക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ പരമാവധി നമ്മൾ തുടക്കത്തിൽ നരച്ച് തുടങ്ങുമ്പോൾ തന്നെ കെമിക്കൽസ് യൂസ് ചെയ്യാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ നമുക്ക് ഈസി ടു അപ്ലൈ ആണ്, പക്ഷെ നമുക്ക് അത് നമ്മുടെ മുടിയെ കൂടുതലായി നരപ്പിക്കുക മാത്രമല്ല അതിൻ്റെ സ്ട്രെങ്ത്തും കുറയ്ക്കുകയും ചെയ്യും. മുടി പൊട്ടിപ്പോകുന്നതിനും മുടി കൊഴിയുന്നതിനും ഒക്കെ കാരണമാവും. കൂടാതെ അത് കൂടുതൽ കാലം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ അത് ഡാൻഡ്രഫ് അല്ലെങ്കിൽ ഇറിറ്റേഷൻസ്, അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കെമിക്കൽസ് ആണ്, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് സ്കാൽപ്പിലൊക്കെ ഉണ്ടാക്കാനും ചാൻസസ് വളരെ അധികമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പരമാവധി നമുക്ക് യൂസ് ചെയ്യാവുന്ന ഇത്തരം നാച്ചുറൽ കളേഴ്സ് ഉപയോഗിച്ച് നമുക്ക് നാച്ചുറലായി ഉണ്ടാക്കാവുന്നതാണ്.